രാജ്യത്തിന്റെ കരുത്തായ യുവജന സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുമെന്ന് വി.ടി. ബൽറാം. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. രാജ്യത്തിന്റെ കരുത്തായ യുവജന സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുമെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവ ഇന്ത്യക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യാതിഥിയായി. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ നമ്മൾ വലിയ മത്സരമാണ് കാഴ്ചവെച്ചത്, അല്ലേ? ഈ പയ്യന്നൂർ ഉൾക്കൊള്ളുന്ന പാർലമെന്റിന്റെ MP എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനായ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അതായത് ഇവിടെ കോൺഗ്രസിനും UDF-നും ഒക്കെ വോട്ട് ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള നമ്മൾ കാണാതെ എത്രയോ മനുഷ്യന്മാരുണ്ട്. ബൂത്തിലിരിക്കാൻ ആളില്ലാത്തിടത്തും വന്ന് കോൺഗ്രസിന് 100-200 വോട്ടുകൾ കിട്ടുന്ന ബൂത്തുകളുണ്ട്, 100 വോട്ടുകൾ കിട്ടുന്ന ബൂത്തുകളുണ്ട്. കാരണം അവരാരും പുറത്ത് കോൺഗ്രസ് ആയിരിക്കില്ല. വീട്ടിൽ ദേശാഭിമാനിയുടെ പത്രമായിരിക്കും വരുത്തുക. കാണുന്ന ഏക ചാനൽ കൈരളിയുടേതായിരിക്കും. കാരണം ഇടയ്ക്കെങ്ങാനും വേറൊരു ചാനൽ കാണുമ്പോഴാണ് ആരെങ്കിലും മറ്റു പാർട്ടിക്കാർ കയറി വരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി കൈരളി മാത്രമേ കാണുള്ളൂ. പക്ഷേ അപ്പോഴും ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഫാഷിസത്തോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർക്ക് ധൈര്യം കൊടുത്തു. അവരിപ്പോൾ പോളിംഗ് ബൂത്തിൽ ആരും കാണുന്നില്ല എന്ന ഉറപ്പിൽ ആ പോളിംഗ് ബൂത്തിൽ പോളിംഗ് മെഷീനെ ചുറ്റുവട്ടത്താൽ ആവരണം ചെയ്തിരിക്കുന്ന കവറിൻ്റെ നടുക്ക് മാത്രമാണ് അവർ കോൺഗ്രസ് ആകുന്നത്. ആ ചിഹ്നത്തിൽ മാത്രമാണ് അവർ കോൺഗ്രസ് ആകുന്നത്. അതിനപ്പുറം അവർക്ക് പയ്യന്നൂരിലെ തെരുവുകളിലേക്ക്, ഞങ്ങളുടെ നാട്ടുകളിലേക്ക് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി CPM-കാരൻ്റെ മർദ്ദകമുഷ്ടികളെ പ്രതിരോധിക്കുവാനുള്ള ആത്മവീര്യം നൽകിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ യജ്ഞമാണ് ഈ യങ് ഇന്ത്യ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, VK ഷിബിന, OJ ജനീഷ്, അനു താജ്, സംസ്ഥാന ഭാരവാഹികളായ ജോമോൻ ജോസ്, V രാഹുൽ, VP അബ്ദുൾ റഷീദ്, നിമിഷ വിപിൻദാസ്, മുഹമ്മദ് പാറയിൽ, ഭാവിത്ത് മാലോൾ, ജില്ലാ ഭാരവാഹികളായ മഹിത മോഹനൻ, റിൻസ് മാനുവൽ, മിഥുൻ മാറോളി, പ്രണവ് തട്ടുമ്മൽ, സംഗീത ലക്ഷ്മണൻ, പ്രിനിൽ മതുക്കോട്, നിതീഷ് ചാലാട്, ജീന A, അക്ഷയ് പറവൂർ, സൗമ്യ N, വിജിത്ത് മുല്ലോളി, പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ, ഭരത് DP തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.